വയനാട്ടിലെ വന്യജീവി ആക്രമണം തടയാൻ ആക്ഷൻ പ്ലാൻ രൂപീകരിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായും ജനങ്ങളുമായും സഹകരിച്ച് അടിക്കാടുകൾ നീക്കം ചെയ്യും. ആഴ്ചയിൽ 3 ദിവസങ്ങളിൽ വനത്തിനുള്ളിൽ പരിശോധന നടത്തുമെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. ഉന്നതതല ഉദ്യോഗസ്ഥരുടെ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത് സംബന്ധിച്ച് രൂപരേഖ തയ്യാറാക്കി കളക്ടർ വനം വകുപ്പിന് സമർപ്പിക്കും. അതേസമയം വയനാട് MP പ്രിയങ്ക ഗാന്ധി നാളെ വയനാട്ടിലെത്തും. കടുവ ചത്തതുകൊണ്ട് വയനാടിന്റെ പ്രശ്നങ്ങൾ തീരുന്നില്ലെന്നും ഈ തെരച്ചിൽ അവസാനിക്കുന്നില്ലെന്നും പറഞ്ഞാണ് മന്ത്രി മാധ്യമങ്ങളെ കണ്ടത്. ഉന്നതതല ഉദ്യോഗസ്ഥരുടെ യോഗത്തിന് ശേഷം മന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. 3 ഡിവിഷനുകളിലെ റേഞ്ചുകൾ ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ ജനകീയ പരിശോധന നടത്തും. ഡ്രോൺ ഉപയോഗിച്ചാവും പരിശോധന. മുഴുവൻ കാടുകളിലും പരിശോധന നടത്തും. ഈ പരിശോധന സംബന്ധിച്ച് ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കാനാണ് തീരുമാനിച്ചത്. പരിശോധനയ്ക്ക് ആവശ്യമെങ്കിൽ പോലീസ് സേനയുടെ സഹായം തേടുമെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. വയനാട് ജില്ലയിലെ 3 ഡിവിഷനുകളായി നിൽക്കുന്ന 6 റേഞ്ചുകൾ തിരിച്ച് ആ 6 റേഞ്ചുകളിലും ചൊവ്വ, ബുധൻ, വ്യാഴം എന്നീ 3 ദിവസം ഒരു ജനകീയ പരിശോധന നടത്തുകയാണ്. ഡ്രോൺ ഉൾവനത്തിലെ അടിക്കാടുകൾ വനം വകുപ്പ് കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ച് പൂർണ്ണമായും നീക്കം ചെയ്യും. ഇതിന് ജനപ്രതിനിധികൾ നേതൃത്വം നൽകും. ജനങ്ങളെ കൂടെ നിർത്തിയുള്ള പരിശോധനയാണ് നടക്കുക. വനത്തിന് പുറത്തുള്ള അടിക്കാടുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വൃത്തിയാക്കും. ഇതിനായി ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും ഫണ്ട് അനുവദിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം പ്രിയദർശിനി എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ കടുവയിറങ്ങിയ ദിവസങ്ങളിലെ കൂലി 2-3 ദിവസത്തിനകം നൽകാൻ മാനേജ്മെന്റുമായി സംസാരിച്ച് ധാരണയായിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ താൽക്കാലികം മാത്രമാണെന്നും വന്യജീവികളെ വെടിവെക്കാൻ നിലവിലുള്ള നിയമങ്ങൾ തലതിരിഞ്ഞ നിയമങ്ങളാണെന്നും മന്ത്രി പറഞ്ഞു. പ്രശ്നം വരുമ്പോൾ നിയമം പറഞ്ഞിട്ട് കാര്യമില്ലെന്നും പ്രതിപക്ഷം നടത്തുന്ന ജാഥ അവരുടെ രാഷ്ട്രീയ തീരുമാനം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. തിരച്ചിൽ സംബന്ധിച്ചുള്ള രൂപരേഖ ഉണ്ടാക്കി കളക്ടർ വനം വകുപ്പിന് നൽകുമെന്നും മന്ത്രി അറിയിച്ചു. കൈരളി ന്യൂസ്